അപ്പോൾ നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. മലയാള മനോരമയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ഫ്ലവർ ഷോ ആണ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 80 രൂപയാണ് വരുന്നത്. അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കാഴ്ചകളാണ് ഗൈസ് കാണാൻ പറ്റുന്നത്. അതായത് നല്ല വെറൈറ്റി ആയിട്ട് പൂക്കളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. വരുമ്പോൾ ഓരോരോ കളർഫുള്ളായിട്ടുള്ള ഓരോരോ സ്ഥലത്ത് ഓരോരോ തരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലെ കാണുന്നുണ്ടല്ലോ ഇത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ വെള്ളം തരുന്നുണ്ട് അല്ലേ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നല്ല വെയിലാണെങ്കിൽ നമുക്ക് തെങ്ങനെയും വെള്ളം നമ്മുടെ രാജാട്ട കടയത്തെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ. മഴച്ചാറൽ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അല്ലേ, ഇത് മഞ്ഞിൽ വന്ന പോലെ അല്ലേ, ബാക്കിൽ ക്യാമറയിലായി. അപ്പോൾ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അറിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേസ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 80 രൂപയാണ് വരുന്നത്. അതുമാത്രമാണ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അതിനുള്ളൊരു വർത്തുണ്ടോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അതിൽ അവിടെ ഒന്നുമില്ല എന്ന് പറയരുത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ നമുക്ക് തോന്നുന്നത്. അതായത് ഇവിടെ അകത്ത് കയറി കഴിയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഞാൻ ആദ്യം അകത്ത് കയറിയപ്പോൾ എല്ലാവരുടെയും വരുന്ന എക്സിബിഷൻ പോലെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരുപാട് സ്റ്റാളുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് മാത്രമല്ല, അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ചെടികളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് അത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഒരുപാട് റേറ്റുള്ള ചെടികളും ഒക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ കേസ്. അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് 60,000 രൂപയുടെ ചെടികൾ വരെ ഇവിടെ കാണാൻ പറ്റി. അതവിടെ കയറി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇനി സ്റ്റാളുകളാണ് കേസ്. നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണുന്ന പോലുള്ള ഒരുപാട് സ്റ്റാളുകൾ. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊരാളുണ്ട് കേട്ടോ കേസ്, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്റ്റാളുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഫുള്ള് വലിയൊരു ഫുഡ് കോർട്ടാണ് കേസ്. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, നല്ല വ്യൂ ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഗെയിംസാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സിബിഷനിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടെ കേസ്. ഒറ്റയേറിന് 3 മന്ത ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ കിട്ടും.
പിന്നെ ഷൂട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബലൂണുകൾ ഇതൊന്നും ഇതല്ലേ, ഇതൊന്നും നമുക്ക് റെഡി ആവില്ല, കിട്ടില്ല. ആ ചെറുപയർ പോലത്തെ സാധനം.